ഇന്ന് ഞാനൊരു കുക്കർ ചിക്കനാട്ടോ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ നന്നായി കഴുകി വാരി എടുത്തതിന് ശേഷം ഇതുപോലെ വരഞ്ഞ് വീണ്ടും നന്നായി കഴുകി വാരി വെള്ളം വാലാൻ വയ്ക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില, ക്യാപ്സിക്കം, മല്ലിയില ഇതെല്ലാം നമുക്ക് ഇതേ പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ എപ്പോഴും 2 കിലോയിൽ താഴെയുള്ള ചിക്കനാണ് നല്ലത്. ഇതിപ്പം 2,300 ഉണ്ട് കേട്ടോ. ഇതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മാഗി ക്യൂബ്, കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, സോയാ സോസ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇത്തിരി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ക്യാപ്സിക്കോയും പിന്നെ മാഗി ക്യൂബ് 2 ഉണ്ട്. അതിൽ ആ 2 ചേർക്കുന്നുണ്ട്. മാഗി ക്യൂബിൽ ഓൾറെഡി നല്ല ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രമാണ് ഉപ്പ് ചേർക്കാവുള്ളൂ. നോക്കിയതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസും കുറച്ച് മതി, ഒരു ഫ്ലേവറിന് മാത്രം. ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഒഴിച്ചായിരുന്നു, എന്നിട്ടാണ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യണത്. കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടി. കളറ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, ഉപ്പം ഞാൻ ഇത്തിരി ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഉപ്പുണ്ടോ എന്ന് നോക്കി കുറവുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർക്കുക. കാരണം മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ആഡ് ചെയ്യണം. മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാല് രണ്ടും നമുക്കൊന്ന് ഒരു നൂലും കൊണ്ട് കെട്ടിക്കൊടുക്കാം. കാരണം കുക്കറിലേക്ക് വയ്ക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ കാല് വിട്ടുപോരും അല്ലെങ്കിൽ. അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കണം. ഞാനിത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഫ്രീസറിലേക്കാണ് വച്ചേക്കുന്നത്. അതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് വയ്ക്കാം. ഞാൻ ഇതിനായിട്ടൊരു 10 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത്. കുക്കർ ചൂടായതിന് ശേഷം സൺഫ്ലവർ ആട്ടോ ഒഴിച്ച് കൊടുക്കണ്ടേ. സൺഫ്ലവർ ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയിലയും വെച്ചതിന് ശേഷം ഈ ചിക്കൻ അങ്ങ് വച്ച് കൊടുക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഈ കറിവേപ്പില ഞാൻ വെറുതെ വച്ചു എന്നുള്ളൂ, മല്ലിയിലയൊക്കെ. അതിൽ 2 വിസിലടിക്കുക. 2 വിസിലടിച്ചപ്പോഴത്തേനും ഈ പരുവായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ കുക്കറിൽ ഗ്രേവിയിലേക്ക് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ, ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ആട്ടോ. ഇതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ.